നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മലാഖി പ്രവചനം 4-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെ സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിന് കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാൽ കീഴിൽ വെണ്ണീറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ഹോറേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായ പ്രമാണത്തെയും അതിലെ ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. പഴയ നിയമത്തിലെ അവസാന പുസ്തകം അവസാന അധ്യായത്തിലേക്ക് നാം വരികയാണ്. ന്യായവിധിയുടെ മൂർച്ചയേറിയ വാക്കുകളാണ് ദൈവം അരുളിച്ചെയ്യുന്നത്. പാപത്തെ സ്നേഹിക്കുന്നവരെ തീപ്പൊയ്കയിൽ തള്ളാനും തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവരാജ്യം നൽകാനുമുള്ള നാളുകളെ കുറിച്ചായിരുന്നു അത്. ഇത് കേട്ട ഇസ്രായേൽ ദൈവത്തിനായി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അതുകൊണ്ട് മലാഖിക്ക് ശേഷം നീണ്ട 400 വർഷങ്ങൾ ഇരുണ്ട കാലമായിരുന്നു. വചനമില്ല. ആമോസിന്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും വടക്ക് നിന്ന് തെക്ക് വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും എന്റെ വചനങ്ങളെ അന്വേഷിച്ച് നിങ്ങൾ അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല. ഞാൻ ദൈവവചനത്തെ വിലക്കും എന്ന് ദൈവം പറഞ്ഞു. വാസ്തവത്തിൽ അത് മലാഖിയുടെ കാലത്തിന് ശേഷം യാഥാർത്ഥ്യമാകാൻ ഇടയായി. നീണ്ട 400 വർഷം ദൈവം അവരെ ഒരിടയൻ എന്നുള്ള നിലയിൽ പരിപാലിക്കുകയോ സൂക്ഷിക്കുകയോ സംരക്ഷിക്കുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ തന്റെ ദാസന്മാരിലുള്ള വചനം അറിയിക്കുകയോ ചെയ്യാതെ അവര് ദൈവമില്ലാത്തവരായി ഏകരായിട്ട് കഴിയുവാൻ അനുവദിച്ചു. എന്നാൽ 400 വർഷം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകനാണ് ആ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് എഴുന്നേറ്റ് ദൈവവചനം പറഞ്ഞ് ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിപ്പിച്ചത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞാണ് 1-ാം അധ്യായം ആരംഭിക്കുന്നത്. അന്ന് അഹങ്കാരികളൊക്കെ ഈ സകല ദുഷ്പ്രവൃത്തിക്കാൾ താളടിയാകും. താളടി കത്തുന്നത് പോലെ വേരും കൊമ്പും ഉൾപ്പെടെ ദഹിപ്പിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ തീപ്പൊയ്കയിൽ തള്ളപ്പെടുന്നവരുടെ പാപങ്ങളുടെ കുറെ കൂടെ നീണ്ട ഒരു ലിസ്റ്റ് കാണാൻ കഴിയും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധം വരുന്ന തീപ്പൊയ്ക. തീർച്ചയായിട്ടും ദൈവം നോഹയുടെ കാലത്ത് പറഞ്ഞു, ഇനി ഞാൻ ജലപ്രളയം കൊണ്ട് ന്യായം വിധിക്കുകയില്ല, എന്നാൽ ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ധാരാളം വാക്യങ്ങൾ. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂമിയിലുള്ള പണികൾ വെന്തുപോകും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോത്തിന്റെ കാലത്തെ പാപനിമിത്തം, സോദോമിലെ പാപനിമിത്തം ദൈവം ആകാശത്തും തീയും ഗന്ധവും വർഷിപ്പിച്ച് ആ പട്ടണത്തെ ഒരു ചാവുകടലാക്കി മാറ്റിയെങ്കിൽ അതിന്ന് നമുക്കിന്നും കാണാൻ കഴിയും. തീർച്ചയായിട്ടും അതിനേക്കാൾ പാപം പെരുകിയിരിക്കാം. ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. അമ്മയെന്നോ പെങ്ങളെന്നോ മകനെന്നോ മകളെന്നോ ഉള്ള യാതൊരു വിവേചനവും ബോധവുമില്ലാതെ മനുഷ്യര് മദ്യം കഴിച്ചും കഴിക്കാതെയും അധർമ്മം പ്രവർത്തിക്കുന്നു, അസാൻമാർഗീയത പ്രവർത്തിക്കുന്നു. മൃഗങ്ങളെക്കാൾ, പക്ഷികളെക്കാൾ, ഇഴജാതികളെക്കാൾ പല രാജ്യത്തും മനുഷ്യനെ അധപ്പതിച്ചിരിക്കുകയാണ്. സർക്കാർ അതിന് ഒത്താശ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ന്യായവിധി ഉണ്ടാകും. അതിൻ്റെ സൂചനകളാണ്
ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, അതുപോലെ അധർമ്മം പെരുകുന്നത്, ഇതെല്ലാം ഈ ലോകം അവസാനിക്കാറായി, ലോകത്തെ ന്യായംവിധിക്കാറായി, ദൈവരാജ്യം സംഭവിക്കാറായി, യേശു വീണ്ടും വരാറായി. അതിൻ്റെ തെളിവുകളാണ്, അടയാളങ്ങളാണ്. 2-ാം വാക്യം പറയുന്നത്, എന്നാൽ ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ വലിയ പ്രതിഫലം. അന്നവർ തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. രോഗമോ ദുഃഖമോ നിരാശയോ ഒന്നുമില്ല. യാതൊരു എക്സ്ട്രാ ഫിറ്റിങ്ങും വേണ്ട. കണ്ണിന് കണ്ണട വേണ്ട, ഡോക്ടറുടെ പല്ല് വേണ്ട, ചെവിയിൽ ഇയർഫോണിൻ്റെ ആവശ്യമില്ല, പിന്നെ വടികുത്തി നടക്കേണ്ട ആവശ്യമില്ല, ചെരുപ്പ് ആവശ്യമില്ല, എന്തിന് ടോർച്ച് വെളിച്ചം ആവശ്യമില്ല. കാരണം അന്ന് സൂര്യനോ ചന്ദ്രനോ അല്ല, ദൈവം തന്നെ പ്രകാശമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ശാപമോക്ഷത്തിനായിട്ട് ഇറ്റുനോവോടുകൂടി കാത്തിരിക്കുകയാണ്. ആദാമിന്റെ പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടല്ലോ. യേശുവിന്റെ വീണ്ടും വരവെങ്കലാണ് ഈ ഭൂമിക്ക് ശാപമോക്ഷം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ആ ദൈവരാജ്യം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒറ്റ കാര്യം. മനുഷ്യനായി ഭൂമിയിൽ വന്ന് നരകമേറ്റ യേശുവിനെ, കാൽവറി യാഗമായ യേശുവിനെ കെട്ടിപ്പിടിച്ച് മുത്തം ചെയ്യാൻ തയ്യാറായാൽ, യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ തയ്യാറായാൽ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രണം യേശുവിന് വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യരായി ജീവിക്കുവാൻ തയ്യാറായാൽ, അബദ്ധത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പാരമ്പര്യങ്ങളുടെയും പിന്നാലെയല്ല, ലോക ചരിത്രത്തെ 2ആയി കീറിമുറിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ മനുഷ്യാവതാരമായ രക്ഷിതാവായ യേശുവിനെ സ്നേഹിക്കാൻ, അതിനായി ബൈബിൾ വായിക്കാനും യേശുവിനെ മനസ്സിലാക്കാനും യേശുവിനെ ആരാധിക്കാനും തയ്യാറായാൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു ദരിദ്രനും ഏതൊരു വിദ്യാവിഹീനനും ജാതിയോ നിറമോ നോക്കാതെ ദൈവരാജ്യം നൽകും. അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടോ ചെവി കേട്ടിട്ടോ ആരുടെയും മനസ്സിൽ തോന്നിയിട്ടോ ഇല്ലാത്ത പദവികളും അനുഗ്രഹങ്ങളുമാണ്. ഇന്ന് ഇതൊക്കെ പറയുന്ന ആളുകൾ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുകയാണ്. ബോധമില്ലാഞ്ഞിട്ട്, വിവരമില്ലാഞ്ഞിട്ട് അവരിതൊക്കെ പറയുകയാണ്. എല്ലാം ദിവാസ്വപ്നങ്ങളാണ്, ഇതൊക്കെ യേശു അവരെ കബളിപ്പിച്ചതാണ്, പാവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. പക്ഷേ കർത്താവിന്റെ വീണ്ടും വരവെങ്കിൽ ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകൾ ദൈവമക്കളുടെ കാൽ കീഴെ വെണ്ണീർ പോലെ ഒരു വിലയുമില്ലാത്തവരായിട്ട് മാറുമെന്നാണ് മലാക്കി പറയുന്നത്. ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്നത് കൊണ്ട് മോശയിലൂടെ നൽകപ്പെട്ട പ്രമാണങ്ങളെ ഓർത്തുകൊള്ളുവാൻ മലാക്കി ഉദ്ബോധിപ്പിക്കുകയാണ്. യോഹന്നാൻ വന്ന് മെസ്സിയയ്ക്ക് വേണ്ടി വഴിയൊരുക്കുന്ന കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏലിയാവിനെ അയക്കും എന്നാണ് മലാക്കി എഴുതുന്നത്. പക്ഷേ അത് ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വരുന്ന കാര്യമാണ് എന്ന് ദൈവത്തിന്റെ ദൂതൻ യോഹന്നാൻ അപ്പനായ സെഖര്യാവിനോട് പറയുന്ന കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. യോഹന്നാൻ ശുശ്രൂഷയെയും മരണത്തെയും കുറിച്ച് യേശു പറഞ്ഞത്, ഏലിയാവ് വന്നു, പക്ഷെ നിങ്ങൾ അവനെ ഉപദ്രവിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, രാജാവായ ദൈവരാജ്യം സ്ഥാപിക്കേണ്ട യേശുവിന് വഴിയൊരുക്കാൻ മുന്നോടിയായി യോഹന്നാൻ വരുമെന്ന് പറഞ്ഞു. യോഹന്നാൻ വന്ന് പറഞ്ഞ്, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, നിങ്ങൾ അവനെ കൈക്കൊള്ളുക, അവനെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന രാജാവാണ് യേശു എന്ന് തെളിയിച്ചിട്ടുള്ള ആരുമില്ല. ഈ യേശുവിനെ സ്നേഹിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കുരിശിലെ കള്ളന് ആ ഒരു തിരിച്ചറിവുണ്ടായി. അടിയും സകല വേദനയും അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു, യേശുവെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. യേശു പറഞ്ഞു, നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവിനെ കൈക്കൊണ്ട് ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങുവാൻ ഈ പഠനം, ഈ വചനം ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.